നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മേ, നീ കാണിക്കുന്നത് കൊടും ക്രൂരതയാ. ദൈവം പോലും നിന്നെ വെറുതെ വിടില്ല. ആണോ? എന്നാ ഞാനതങ്ങ് സഹിച്ചു. ഭാവനയോട് പ്രതികാരം ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ ഇരട്ടമുഖം ഭരത്ത് അറിയണ്ട. അറിഞ്ഞാ പിന്നെ അവന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. കണക്കായിപ്പോയി. എന്നെ ഭാവന കുറെ വട്ടം ചുറ്റിച്ചതല്ലേ, ഇനി ഞാനും ഒന്ന് വട്ടം ചുറ്റിക്കട്ടെ. അവളുടെ അനുജനെ കൊണ്ട് തന്നെ ഞാൻ അവൾക്ക് കുഴിമാട ഒരുക്കും. ദുഷ്ടത്തി, ഇതിനൊക്കെ നീ അനുഭവിക്കും. നീയും നിന്റെ ഏട്ടന് ചുമ്മാതല്ല ഗുണം പിടിക്കാത്തത്. ദേ പ്രതാപേട്ട, മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഞങ്ങൾ ഗുണം പിടിക്കാതെ പോകുന്നത് കൊണ്ട് പ്രതാപേട്ടന് നഷ്ടമൊന്നുമില്ലല്ലോ. ഉണ്ടടി, എനിക്ക് നഷ്ടമുണ്ട്. എന്റെ രണ്ട് മക്കളുടെ സന്തോഷമാ നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത നിന്റെ മനസ്സുണ്ടല്ലോ, അതിത്ര കല്ലായി പോയല്ലോടി. അതെ, ഞാൻ അങ്ങനെ ഉള്ളവൾ തന്നെയാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാമയുടെ കുഞ്ഞ് ഒരു ജാറ സന്തതിയാ. അതെന്റെ അഭിയുടെ കുഞ്ഞാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ൂജുംപെട്ടവളെ, നിന്റെ നാവിലിത്ര കൊടും വിഷമായി പോയോ? നിങ്ങൾ എന്നെ തല്ലിയല്ലേ? നിന്റെ തല്ലല്ല, കൊല്ലുക വേണ്ടത്. നിന്നെ പോലെ താടകയായ ഒരു അമ്മ ഈ ലോകത്തോരെ മക്കൾക്കും കാണില്ല. ഭാവനയെ പോലെ സത്യസന്ധയായ ഒരു പെണ്ണിനോട് പക തീർക്കാൻ വേണ്ടി ഇത്രയും ക്രൂരത കാണിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അമ്പേ, നീയെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ചെയ്തുപോയ പാപങ്ങളുടെ ശിക്ഷ നിന്റെ മക്കൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ.